السلام عليكم ورحمة الله. أحبائي الكرام طلاب لغة اللاد، حياكم الله وبياكم. أهلا بكم جميعا. നമ്മൾ LP അറബിക് പരീക്ഷയൊക്കെ കഴിഞ്ഞ് അടുത്ത ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ്. ഈ ഒരു പരീക്ഷയിൽ കോംപ്രഹെൻഷൻ ട്രാൻസ്ലേഷൻ ഭാഗത്ത് നിന്നും വന്ന ചോദ്യങ്ങളാണ് പരിശോധിക്കുന്നത്. അത്തർജുമ ട്രാൻസ്ലേഷന്റെ ഭാഗത്ത് നിന്നും 10 ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളത്. ഒന്നാമത്തെ ചോദ്യം, അൽ മുസ്തലഹുൽ ഇംഗ്ലീസി മുഖാബിൽ തവാസുൽ അൽ ഇജ്തിമാഇ. തവാസുൽ അൽ ഇജ്തിമാഇ എന്നതിന് ട്രാൻസ്ലേഷൻ അല്ലെങ്കിൽ ഇംഗ്ലീഷ് പദം ഏതാണ്? ഓപ്ഷനിൽ കൊടുത്തിരിക്കുന്നത് സോഷ്യൽ റിലേഷൻ, സോഷ്യൽ നെറ്റ്വർക്ക്, സോഷ്യൽ അലയൻസ്, പബ്ലിക് റിലേഷൻ. ഈ 4 ഓപ്ഷനുകളാണുള്ളത്. സാധാരണ തവാസുൽ അൽ ഇജ്തിമാഇ എന്ന പദം നമുക്ക് പരിചയമുള്ളത് സോഷ്യൽ മീഡിയ എന്ന അർത്ഥത്തിലാണ്. എന്നാൽ ആ ഒരു ഓപ്ഷൻ ഇവിടെ കാണാനില്ല. അപ്പൊ നമുക്ക് എന്താണ് ഈ ഓരോന്നിന്റെയും അർത്ഥങ്ങൾ എന്ന് മനസ്സിലാക്കണം. അതോടൊപ്പം യഥാർത്ഥ ഉത്തരം സോഷ്യൽ നെറ്റ്വർക്ക് എന്നതാണ്. സോഷ്യൽ അലയൻസ് എന്ന പദം തഹാലുഫാത്ത് അൽ ഇജ്തിമാഇയ എന്നാണ്. സോഷ്യൽ റിലേഷൻ എന്ന പദം അൽ അലാഖാത്ത് അൽ ഇജ്തിമാഇയ എന്നാണ്. അപ്പോൾ റിലേഷൻ എന്ന പദം അതിന്റെ അറബി അലാഖാത്ത്. പബ്ലിക് റിലേഷൻ അവിടെയും അൽ അലാഖാത്ത് എന്ന പദമുണ്ട്, അൽ അലാഖാത്തുൽ ആമ്മ. തവാസുൽ അൽ ഇജ്തിമാഇയ, സോഷ്യൽ മീഡിയ, സോഷ്യൽ നെറ്റ്വർക്ക്, ഈ 2 പദങ്ങൾക്കും ഉപയോഗിക്കുന്ന വാക്കാണ് തവാസുൽ അൽ ഇജ്തിമാഇയ. അടുത്ത ചോദ്യം, ശരിക സൈദലിയ തർജുമതുഹാ ഫിൽ ഇംഗ്ലീസിയ. ഇതിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷനിൽ മാനുഫാക്ചറിംഗ് കമ്പനി, കൊമേഴ്സ്യൽ എസ്റ്റാബ്ലിഷ്മെന്റ്, ഫാർമസ്യൂട്ടിക്കൽ കമ്പനി, ഡിസ്ട്രിബ്യൂട്ടിംഗ് കമ്പനി. ഈ 4 ഓപ്ഷനുകളാണുള്ളത്. അതിലെല്ലാ ഓപ്ഷനിലും കമ്പനി എന്ന വാക്ക് വന്നിട്ടുണ്ട്. അത് മുകളിൽ ശരിക്ക എന്നതാണെന്ന് നമുക്കറിയാം. സ്വൈദലിയ എന്ന പദം ഇതിൽ ഏറ്റവും കൂടുതൽ യോജിക്കുന്നത് എന്തുമായിട്ടാണ്? മാനുഫാക്ചറിംഗ് ആണോ, കൊമേഴ്സ്യൽ ആണോ, ഡിസ്ട്രിബ്യൂട്ടിംഗ് ആണോ, ഫാർമസ്യൂട്ടിക്കൽ ആണോ? അപ്പോൾ പറയുക ഫാർമസ്യൂട്ടിക്കൽ കമ്പനി എന്നാണ് ശരിക്ക സൈദലിയ എന്ന വാക്കിന്റെ യഥാർത്ഥ ഇംഗ്ലീഷ് പദം. ബാക്കിയുള്ളതിന്റെ ഒക്കെ എന്താണ് അറബി വാക്കുകൾ എന്ന് നോക്കാം. മാനുഫാക്ചറിംഗ് കമ്പനി എന്നതിന് ശരിക്കത്തു തസ്നീഅ് അല്ലെങ്കിൽ ശരിക്ക സിനാഇയ എന്ന് പറയും. സിനാഅത്ത് എന്നാൽ നിർമ്മാണം എന്നാണ് അർത്ഥം. കൊമേഴ്സ്യൽ എസ്റ്റാബ്ലിഷ്മെന്റ് എന്നതിന് 2 പദം കാണാൻ കഴിയും. ഒന്ന് മൻഷഅ തിജാരിയ, തിജാറത്ത് എന്ന് പറഞ്ഞാൽ കൊമേഴ്സ്യൽ എന്നത് ചേർത്ത് വായിക്കുന്ന പദമാണ്. മറ്റൊരു പദമാണ് മുഅസ്സസ തിജാരിയ. മുഅസ്സസ എന്ന് പറഞ്ഞാലും എസ്റ്റാബ്ലിഷ്മെന്റ് അല്ലെങ്കിൽ സംഘടന എന്നർത്ഥമാണ്. അടുത്തൊരു വാക്ക് ഡിസ്ട്രിബ്യൂട്ടിംഗ് കമ്പനി, ശരിക്കത്തു തൗസീഅ്. തൗസീഅ് എന്നാൽ ഡിസ്ട്രിബ്യൂഷൻ, വിതരണം ചെയ്യുക. ഫാർമസ്യൂട്ടിക്കൽ കമ്പനി എന്ന വാക്കിന് ശരിക്ക സൈദലിയ എന്നതാണ് നമ്മൾ കണ്ടത്. മറ്റ് ചില വാക്കുകൾ കൂടി പരിചയപ്പെടാം. ശരിക്കത്തു അദ്വിയ, അദ്വിയ എന്നാൽ മരുന്നുകൾ എന്നാണ് അർത്ഥം. ശരിക്ക സിനാഅത്തു ദവാഇയ, മരുന്ന് നിർമ്മാണ കമ്പനി. ഈ പദങ്ങളും ഫാർമസ്യൂട്ടിക്കൽ കമ്പനി എന്ന വാക്കിന് അറബി വാക്കുകളായിട്ട് ഉപയോഗിക്കാറുണ്ട്. അടുത്തൊരു ചോദ്യമാണ് ഐ എം എ ബാച്ചിലർ. ഇതിന്റെ അറബി ട്രാൻസ്ലേഷൻ എന്താണ്? അന മിൻ ഹാദിഹി ദുഫ്അ, അന റജുൽ ഗൈർ മുജ്തഹിദ്, ഹാദിഹി സാരിയത്തുൽ മഫ്ഊൽ, അന റജുൽ അഅ്സബ്. ഉത്തരം അന റജുൽ അഅ്സബ്, ഐ എം എ ബാച്ചിലർ. മറ്റ് വാക്കുകളുടെ ഇംഗ്ലീഷ് പദങ്ങൾ നോക്കാം. അന മിൻ ഹാദിഹി ദുഫ്അ, ഐ എം ഫ്രം ദിസ് ബാച്ച്, അല്ലെങ്കിൽ ഐ എം ഫ്രം ദിസ് ക്ലാസ് എന്നൊക്കെ ഉപയോഗിക്കുന്ന വാക്കാണ്. ദുഫ്അ എന്ന് പറഞ്ഞാൽ ബാച്ച്, ക്ലാസ് എന്നൊക്കെയാണ് അർത്ഥം. നമ്മൾ സാധാരണ ഈ വാലഡിക്ടറി ഫംഗ്ഷൻ ഒക്കെ വരുമ്പോൾ അല്ലെങ്കിൽ കോൺവക്കേഷൻ ഒക്കെ വരുമ്പോൾ പറയാറുണ്ട് അദ്ദുഫ്അ അൽഫൈൻ സിത്തവഅശ്രീൻ, 2026 ബാച്ച് എന്ന് പറയാറുണ്ട്. അപ്പൊ അന മിൻ ഹാദിഹി ദുഫ്അ എന്നാൽ ഐ ആം ഫ്രം ദിസ് ബാച്ച്. ഹാദിഹി സാരിയത്തുൽ മഫ്ഊൽ എന്നാൽ ദിസ് ഈസ് വാലിഡ്. സാധാരണ
ID കാർഡുകളും മറ്റൊക്കെ പറയുമ്പോൾ ഉപയോഗിക്കുന്ന വാക്കാണ്. അന റജുൽ ഗൈർ മുജ്തഹിദ്, ഐ ആം നോട്ട് എ ഹാർഡ് വർക്കിംഗ് മാൻ. അന റജുൽ അഅസബ്, ഐ ആം എ സിംഗിൾ മാൻ, അല്ലെങ്കിൽ ഐ ആം എ ബാച്ചിലർ എന്ന രൂപത്തിൽ ഉപയോഗിക്കുന്നു. അടുത്തൊരു പദമാണ് ഫിൽ അറബിയ റാം തൗസിയ മുഖ്തസർ. റാം എന്നതിൻ്റെ വിശാലമായ അർത്ഥം നമുക്കറിയാം റാൻഡം ആക്സസ് മെമ്മറി എന്നാണ്. അതിൻ്റെ അറബിയിൽ വിശാലമായ രൂപത്തിൽ പറയുന്നത് എങ്ങനെയാണ്? ഫുൾ ഫോം എങ്ങനെയാണ്? ദാക്കിറത്തു അൽ വുസൂൽ അൽ അഷ്വായിയ, ഷബക്കത്തുൽ വുസൂൽ അൽ ഇഖ്ലീമിയ, അൽ ബരീദുൽ ഇലക്ട്രോണി, മസ്രഹ് അൽ ഹിലാൽ അൽ അഹ്മർ. ഇതിൽ ചില പദങ്ങൾ നമുക്ക് അറിയുന്നതാണ്. അൽ ബരീദുൽ ഇലക്ട്രോണി എന്ന് പറഞ്ഞാൽ ഇമെയിൽ ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് നമുക്ക് എലിമിനേഷൻ മെത്തേഡിലൂടെ ഒഴിവാക്കാവുന്നതാണ്. മസ്രഹ് അൽ ഹിലാൽ അൽ അഹ്മർ എന്ന് പറഞ്ഞാൽ, അൽ ഹിലാൽ എന്ന് പറഞ്ഞാൽ ചന്ദ്രനെ നമുക്കറിയാം. അതുപോലെ അൽ അഹ്മർ എന്ന് പറഞ്ഞാൽ റെഡ് ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ഒരിക്കലും റാൻഡം ആക്സസ് മെമ്മറി എന്ന വാക്കില് അത് വരുന്നില്ല. മറ്റൊന്ന് ഷബക്കത്തുൽ വുസൂൽ അൽ ഇഖ്ലീമിയ. ഷബക്കത്ത് എന്ന് പറഞ്ഞാൽ നെറ്റിനാണ് പറയാം. അപ്പൊ നെറ്റ് എന്ന വാക്ക് അവിടെ ചേരൂല. മറ്റൊരു വാക്കാണ് ദാക്കിറത്തു അൽ വുസൂൽ അൽ അഷ്വായിയ. ദാക്കിറത്ത് എന്ന് പറഞ്ഞാൽ മെമ്മറിയാണ് നമുക്കറിയാം. അപ്പം റാൻഡം ആക്സസ് മെമ്മറിക്ക് അറബിയിൽ പറയുന്ന വാക്ക് ദാക്കിറത്തു അൽ വുസൂൽ അൽ അഷ്വായിയ. മറ്റു പദങ്ങളുടേത് കൂടി നോക്കാം. നോക്കും, അൽ ബരീദുൽ ഇലക്ട്രോണി ഇമെയിൽ, ഷബക്കത്ത് അൽ വുസൂൽ അൽ ഇഖ്ലീമിയ റാൻ എന്ന പേരിൽ അറിയപ്പെടുന്ന റീജിയണൽ ആക്സസ് നെറ്റ്വർക്ക്, മസ്രഹ് അൽ ഹിലാൽ അൽ അഹ്മർ റെഡ് ക്രസന്റ് തിയേറ്റർ. റെഡ് ക്രസന്റ് തിയേറ്ററിനാണ് മസ്രഹ് അൽ ഹിലാൽ അൽ അഹ്മർ എന്ന് പറയുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ, കാനൂനുൽ അവൽ ഹുവ ഷഹ്റു ഫറാഖ് ഹസ്ബ താരിഖ് അൽ മീലാദി. ഇതിലേത് ഓപ്ഷനാണ് അവിടെ കാനൂനുൽ അവൽ എന്ന മാസം സൂചിപ്പിക്കുന്നത്? ഡിസംബർ ആണ്. അപ്പോൾ നമുക്ക് മൊത്തത്തിൽ ജനുവരി മുതൽ ഡിസംബർ വരെ അറബിയിൽ എങ്ങനെയാണത് പറയാറുള്ളത് എന്ന് നോക്കാം. ഇതാണ് അതിൻ്റെ ഒരു ടേബിൾ വരുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഗൾഫ് കൺട്രീസിലൊന്നും ഈ പദങ്ങൾ ഉപയോഗിക്കുന്നില്ല. യനായർ, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മായു, യൂനിയു, യൂലിയു, അഗസ്റ്റസ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ ഇങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ ബിലാദു ഷാം എന്നറിയപ്പെടുന്ന ഫലസ്തീന്, ലബ്നാന്, സിറിയ പോലുള്ള രാജ്യങ്ങളിലൊക്കെ ഇങ്ങനെ കാനൂനുസാനി എന്ന് തുടങ്ങുന്ന പദങ്ങളാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ജനുവരി എന്നുള്ളതിന് കാനൂനുസാനി, ഫെബ്രുവരി ഷുബാത്ത്, മാരിസ് ആദാർ, ഏപ്രിൽ നെയ്സാൻ, മായ് അയ്യാർ, ജൂൺ ഹസീറാൻ, ജൂലൈ തമ്മൂസ്, ഓഗസ്റ്റ് ആബ്, സെപ്റ്റംബർ ഐലൂൽ, ഒക്ടോബർ തിശ്രീനുൽ അവൽ, നവംബർ തിശ്രീനുൽ സാനി, ഡിസംബർ കാനൂനുൽ അവൽ. ഇങ്ങനെയാണ് മാസങ്ങളുടെ വായന. മുഖ്തസർ അത്തഅബീർ അൽ അറബി വിസാറത്തു തൻമിയത്തുൽ ഖുവ അൽ ബഷരിയ ഫിൽ ഇംഗ്ലീസിയ. അപ്പോൾ ഒരു മിനിസ്ട്രിയാണ് നമുക്കറിയാം. വിസാറ എന്ന് പറഞ്ഞാൽ മിനിസ്ട്രിയാണ്. വിസാറത്തു തൻമിയത്തുൽ ഖുവ അൽ ബഷരിയ, ഇതിൻ്റെ ഇംഗ്ലീഷ് എന്താണ്? അപ്പോൾ അതിൻ്റെ ചുരുക്കം അവിടെ കൊടുത്ത് MHRD, HRC, HRDC, MNC. ശരിയായ ഉത്തരം MHRD എന്നാണ്. നമുക്കിതിൻ്റെ വിശദീകരണത്തിലേക്കൊന്ന് പോയി നോക്കാം. MHRD എന്നാൽ മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ്. ഇതിൻ്റെ അറബിയാണ് വിസാറത്തു തൻമിയത്തുൽ മവാരിദ് അൽ ബഷരിയ. HRC ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിൽ, അതിൻ്റെ അറബിയാണ് മജ്ലിസ് ഹുഖൂഖുൽ ഇൻസാൻ. HRDC ഹ്യൂമൻ റിസോഴ്സസ് ഡെവലപ്മെന്റ് സെന്റർ, മർക്കസ് തൻമിയത്തുൽ മവാരിദ് അൽ ബഷരിയ. മറ്റൊന്ന് MNC മൾട്ടിനാഷണൽ കോർപ്പറേഷൻ, ഷരിക്കത്ത് മുതഅദ്ദിദത്തു അൽ ജിൻസിയാത്ത്. MNC എന്നുള്ളതിന് മൾട്ടിനാഷണൽ കമ്പനി എന്നും പറയാറുണ്ട്. തർജുമ അറബിയ ലിക്കലിമത്തി എക്സ്ട്രീംലി ഖദ് വറദത് ഫി ജുംല. അപ്പം താഴെ 3 ജുംലയുണ്ട്. ആ ജുംലയിൽ എക്സ്ട്രീംലി എന്ന പദത്തിൻ്റെ അറബി വാക്ക് പറഞ്ഞ സെന്റൻസ് ഏതാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഒന്നാമത്തെ സെന്റൻസ് അൽ ഖമീസ് അൽ ജദീദ്, പുതിയ കുപ്പായം. ലൗനുഹു അതിൻ്റെ നിറം, അസ്വദുൻ ഫാഹിമൻ
നല്ല ബോൾഡായ കറുപ്പാണ്. ഷാരിഉ റഈസി, മെയിൻ റോഡ്. മുസ്ദഹിം ലിൽ ഗായ, നല്ല തിരക്കുള്ളതാണ്. ഫി ഷമാലിൽ മദീന ജബലുൻ ഷാമിഖുൻ, പട്ടണത്തിന്റെ ഷമാലിൽ വലിയ ഉയർന്ന ഒരു പർവ്വതമുണ്ട്. അപ്പൊ ഇവിടെ ഫാഹിം, ലിൽ ഗായ, ഷാമിഖ്, ഈ 3 പദങ്ങളാണ് നമ്മളെ കുഴപ്പിക്കാൻ സാധ്യതയുള്ളത്. ഇതില് ഉത്തരം ബ എന്നതാണ്, അഥവാ ലിൽ ഗായ എന്ന പദമാണ് എക്സ്ട്രീംലി എന്നുള്ളതിന് ഉപയോഗിക്കുക. ലിൽ ഗായ എന്ന വാക്ക് ഹൈലി എന്നുള്ളതിനും പറയാറുണ്ട്. ഹൈലി. തർജുമ അറബിയ ലിതഅബീർ ചാർജ് ദേ അഫയേഴ്സ്. ചാർജ് ദേ അഫയേഴ്സ് എന്ന പദത്തിന്റെ അറബി വാക്ക് അൽ ഖായിം ബിൽ അമാൽ, ഷുഊനുൽ അഖ്ലിയ, ഷുഊനുൽ സബായിൻ, അൽ ഖായിം ബിൽ മബിആത്ത്. ഉത്തരം അൽ ഖായിം ബിൽ അമാൽ. ഇതിന്റെ വിശദീകരണത്തിലേക്ക് പോയി നോക്കാം. അൽ ഖായിം ബിൽ അമാൽ, ചാർജ് ദേ അഫയേഴ്സ്. ഈ ചാർജ് ദേ അഫയേഴ്സ് എന്നുള്ളത് ഒരു ഫ്രഞ്ച് വാക്കാണ്. പക്ഷെ അത് ഇംഗ്ലീഷിൽ വളരെ വിശാലമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഡിപ്ലോമസി ഫീൽഡിലുള്ള ഒരു വാക്ക് കൂടിയാണിത്. അതായത് അംബാസഡറിന്റെ പകരമായിട്ട് ഉള്ള ആൾക്ക്, അതായത് ഇൻചാർജ് ഉള്ള ആൾക്ക് പറയുന്ന ഒരു പ്രയോഗമാണ് അൽ ഖായിം ബിൽ അമാൽ, ചാർജ് ഡേ അഫയേഴ്സ് എന്ന് പറയുന്നത്. മറ്റു നോക്കൂ, ഷുഊനു സബായിൻ, കസ്റ്റമർ അഫയേഴ്സ് അല്ലെങ്കിൽ കസ്റ്റമർ റിലേഷൻസ് എന്നുള്ള പദം. ഷുഊനുൽ അഖല്ലിയാത്ത്, മൈനോറിറ്റി അഫയേഴ്സ്. അൽ ഖായിം ബിൽ മബിആത്ത്, സെയിൽസ് പേഴ്സൺ, സെയിൽസ് റെപ്രസെന്റേറ്റീവ്. ഇങ്ങനെയാണ് ഇതിന്റെ അറബി ഇംഗ്ലീഷും വരുന്നത്. അൽ മുസ്തലഹുൽ അറബി മുഖാബിൽ പ്രൊഫഷണൽ എത്തിക്സ് ദുവറദ ഫി ജുംല. 4 ജുംലയുണ്ട്. ഈ ജുംലയിൽ പ്രൊഫഷണൽ എത്തിക്സ് എന്ന പദം വന്നിട്ടുള്ള ജുംല ഏത് എന്ന് കണ്ടുപിടിക്കാനാണ്. എ ഹദൽ മൻഹജ് ദിറാസി മുനാസിബ് ലി തൗഫീരിൽ മുസാവാത്ത് വ തവാസുൻ അൽ ഫുറസ്. ഈ ഒരു സിലബസ് ഒരേപോലെ ഈക്വാലിറ്റിയും അതേപോലെ അവസരങ്ങളും ഒക്കെ സന്തുലിതമായിട്ട് ലഭ്യമാക്കുന്നതാണ്. ഇവിടെ എവിടെയും പ്രൊഫഷണൽ എത്തിക്സിനെ കുറിച്ച് പറയുന്നില്ല. ബി തർക്കീസ് അല ഖാനൂൻ അൽ അഖ്ലാഖിയാത്ത് അൽ ഹിറഫി ലിമുദരിസി അൽ മദാരിസ് അംറുൻ മുഹിമ്മുൻ. സ്കൂളിലെ അധ്യാപകരിൽ പ്രൊഫഷണൽ എത്തിക്സ് എന്നുള്ളത്, അങ്ങനെ ഒരു നിയമം കേന്ദ്രീകരിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇവിടെ പ്രൊഫഷണൽ എത്തിക്സ് എന്നത് ഉപയോഗിച്ചിട്ടുണ്ട്. അതിന്റെ അൽ അഖ്ലാഖിയാത്ത് അൽ ഹിറഫി അല്ലെങ്കിൽ ഖാനൂൻ അൽ അഖ്ലാഖിയാത്ത് അൽ ഹിറഫി എന്ന പദമാണ് പ്രൊഫഷണൽ എത്തിക്സ് എന്നുള്ളതിന് ഉപയോഗിച്ചിരിക്കുന്നത്. സി എന്നത് നോക്കൂ, ഹാദൽ മൻഹജ് ദിറാസി മുലായിം. ഈ ഒരു സിലബസ് യോജിച്ചതാണ്. ലി ഇൻഷാ ജീലിൻ, ഒരു തലമുറയെ ഉണ്ടാക്കാൻ. ഖാബിൽ ലിൽ ഖിയം അൽ ഇൻസാനിയ, ഹ്യൂമൻ വാല്യൂസിന് പരിഗണന കൊടുക്കുന്ന ഒരു തലമുറയെ ഉണ്ടാക്കാൻ ഈ സിലബസ് പര്യാപ്തമാണ്. അപ്പോൾ ഇവിടെ ഉപയോഗിച്ച വാക്ക് ഖിയം അൽ ഇൻസാനിയ, ഹ്യൂമൻ വാല്യൂസ് എന്ന പദമാണ്. അതും പ്രൊഫഷണൽ എത്തിക്സും ഒരുപോലെയല്ല. അൽ അഖ്ലാഖിയ അംറുൻ ഗൈറു മർഗൂബ് ഫി മജാലി തർബിയ വ തഅലീം. അവിടെ അഖ്ലാഖിയ എന്ന് മാത്രമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അഖ്ലാഖിയ എന്ന് പറഞ്ഞാൽ എത്തിക്സ് എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ പ്രൊഫഷണൽ എത്തിക്സ് എന്നുള്ള പദത്തിന്റെ നേരെ അറബിയാണ് അൽ അഖ്ലാഖിയാത്തുൽ ഹിറഫി എന്ന് പറയുന്നത്. അൽ മുസ്തലഹുൽ ഇംഗ്ലീസി മുഖാബിൽ ദിറാസത്തു അൽ ഹാല. ദിറാസത്തുൽ ഹാല എന്നുള്ളതിന്റെ ഇംഗ്ലീഷ് പദം ഏതാണ്? ഇൻസ്റ്റന്റ് ലേണിംഗ്, പാരലൽ ലേണിംഗ്, ലേണിംഗ് സിറ്റുവേഷൻസ്, കേസ് സ്റ്റഡി. കേസ് സ്റ്റഡി എന്നുള്ളതിന്റെ അറബിയാണ് ദിറാസത്തു അൽ ഹാല എന്ന് സൂചിപ്പിക്കുന്നത്. മറ്റുള്ളതും കൂടി നോക്കാം. അത്തഅലീം അൽ ഫൗരി അല്ലെങ്കിൽ അത്തഅല്ലും അൽ ലഹ്ളി എന്നതിന്റെ ഇംഗ്ലീഷാണ് ഇൻസ്റ്റന്റ് ലേണിംഗ്, പെട്ടെന്ന് പഠിക്കുക. അത്തഅല്ലും അൽ മുവാസി, പാരലൽ ലേണിംഗ്, അതായത് ഒരേ സമയത്ത് ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ പഠിക്കുന്നതിനാണ് പാരലൽ ലേണിംഗ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒന്ന് പഠിക്കുന്നത് കൂടെ തന്നെ വേറെ ഒന്നുകൂടി പഠിക്കുക. മറ്റൊന്ന് അൽ മവാഖിഫ് തഅലീമിയ, ലേണിംഗ് സിറ്റുവേഷൻസ്. ദിറാസത്ത് ഹാല, കേസ് സ്റ്റഡി. ഇങ്ങനെയാണ് ഇതിന്റെ അറബിയും ഇംഗ്ലീഷും വരുന്നത്. ഇനി നമുക്ക് ഇസ്തിആബ് നോക്കാം, കോംപ്രഹെൻഷൻ. 13 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ചില ക്വസ്റ്റ്യൻസ്
1 മുതൽ 10 വരെയുള്ള പാഠഭാഗങ്ങളിൽ നിന്നുമാണ് വന്നിട്ടുള്ളത്. ഇത് പാഠഭാഗവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഉണ്ടാകുമ്പോൾ അതിൽ കൂടുതലായിട്ട് നിങ്ങൾ ഡിസ്കസ് ചെയ്യും. എന്നാലും ഇതിൽ നമ്മൾ ജസ്റ്റ് പറഞ്ഞു പോകുന്നുണ്ട്. കം മിൻ തആമിൻ, എത്ര ഭക്ഷണങ്ങളാണ് നഹ്ദുർ നമ്മൾ കളയുന്നത്, ഫിൽ അയാദ് ആഘോഷങ്ങളിൽ, വൽ മുനാസബാത്ത് അൽ മുഖ്തലിഫ വ്യത്യസ്തമായ സന്ദർഭങ്ങളിലുമൊക്കെ ആഘോഷങ്ങളിലുമൊക്കെ എത്ര ഭക്ഷണമാണ് കളയുന്നത്. മൽ മുറാദ് ബിഹാദൽ കലാം, ഈ ഒരു സെന്റൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അപ്പൊ അവിടെ സുആൽ ഇതൊരു ചോദ്യമാണ്. അൻ അൻവാഇ തആം, ഭക്ഷണ ഇനങ്ങളെ കുറിച്ചുള്ള, അല്ലത്തി നുസരിഫുഹ, നമ്മൾ കൈകാര്യം ചെയ്യുന്ന, ഫിൽ അയാദി വൽ മുനാസബാത്ത് ആഘോഷങ്ങളിലുമൊക്കെ നമ്മൾ കൈകാര്യം ചെയ്യുന്ന ഭക്ഷണങ്ങൾ ഏതൊക്കെ ടൈപ്സ് ഉണ്ട് എന്നുള്ളതിന്റെ ചോദ്യമാണ്. കം എന്ന് തുടങ്ങുന്നതാണെങ്കിൽ കൂടി ഈ കം എന്ന വാക്ക് ചോദ്യത്തിനു വേണ്ടി ഉപയോഗിച്ചതല്ല. കം ലിൽ ഇസ്തിഫ്ഹാം എന്ന് പറഞ്ഞാൽ ചോദ്യത്തിനു വേണ്ടി ഉപയോഗിക്കുന്ന കം. എന്നാൽ ഇവിടെ ഉപയോഗിക്കുന്ന കം ലിൽ ഇഖ്ബാർ, അല്ലെങ്കിൽ കം ലിൽ തഅജ്ജുബ്, അത്ഭുതത്തോടു കൂടി പറയുന്ന, അല്ലെങ്കിൽ ഒരു കാര്യം അറിയിക്കാൻ വേണ്ടി പറയുന്ന കമ്മാണ്. അപ്പോ സി നോക്കൂ, അത്തആം അല്ലദീ നുളയ്യിഉഹു, നമ്മൾ പാഴാക്കുന്ന ഭക്ഷണം, ഫിൽ ഇസ്തിലാഫത്തി വൽ അയാദ്, ആരെങ്കിലും സൽക്കരിക്കാനും ആഘോഷങ്ങൾക്കൊക്കെ പാഴാക്കുന്ന ഭക്ഷണം, അതാണ് ഓപ്ഷൻ ഡി. അസ്സുആൽ, ചോദ്യം. ചോദ്യമല്ല നമ്മൾ പറഞ്ഞു അല്ലേ. അൻ കസ്റത്തിൽ അത്ഇമ അല്ലത്തി നുഹദ്ദിറുഹ ഫിൽ അയാദ്, ആഘോഷങ്ങളിൽ നമ്മൾ പാഴാക്കുന്ന ഭക്ഷണങ്ങളുടെ ആധിക്യത്തെ കുറിച്ചുള്ള ചോദ്യമാണ്. ബി എന്ന ഓപ്ഷനാണ് ഇവിടെ ശരിയായ ഓപ്ഷൻ. അൽ ഇഖ്ബാർ, ഇത് അറിയിക്കുകയാണ്. അൻ കസ്റത്തിൽ അത്ഇമ, ധാരാളം ഭക്ഷണങ്ങൾ, അല്ലത്തി നുളയ്യിഉഹ, നമ്മൾ പാഴാക്കി കളയുന്ന, ഫിൽ അയാദി വൽ മുനാസബാത്ത് ആഘോഷങ്ങളിലൊക്കെ നമ്മൾ പാഴാക്കി കളയുന്ന അധികം ഭക്ഷണങ്ങളെ കുറിച്ച് നമ്മൾ അറിയിക്കുകയാണ്. ഒരുപാട് ഭക്ഷണം വേസ്റ്റ് ആക്കുന്നുണ്ടെന്ന് നമ്മൾ അറിയിക്കുകയാണ്. അപ്പൊ കം എന്നുള്ള ചോദ്യത്തിന് ഉപയോഗിക്കുന്ന പദമുണ്ട്. എന്നാൽ കം എന്നുള്ളത് തഅജ്ജുബിന് വേണ്ടിയും ഇഖ്ബാറിന് വേണ്ടി ഉപയോഗിക്കുന്ന കമ്മുണ്ട്. അത് മനസ്സിലാക്കുക. അടുത്തൊരു ചോദ്യം, ഇഷ്തറൂ ബിൽ മാലി ഹംദൻ, നിങ്ങൾ പണം കൊണ്ട് കീർത്തനങ്ങൾ വാങ്ങുക, ഹംദ് വാങ്ങുക. ഒത്ലുബു ഫിന്നാസി മജ്ദൻ, ജനങ്ങളിൽ ഔന്നിത്യം തേടുക. ഇന്നമ ദുന്യ ജമാലുൻ, ഈ ദുനിയാവ് സൗന്ദര്യമുള്ളതാണ്. ലില്ലദി അഅത, നൽകുന്നവൻ, വസ്ദ. മാദാ യത്ലുബു വമാദാ യുഖ്ബിറു ശാഇർ ഫി ഹാദൈനി സത്രൈൻ, ഈ രണ്ട് വരികളിൽ കവി എന്താണ് നമ്മളോട് പറയുന്നത്? അപ്പൊ ഒരു കവിതയെ അനലൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഇതിന്റെ ഉത്തരം നോക്കൂ. യത്ലുബു ഇൻഫാഖു വൽ മാൽ ഫിൽ ഖൈർ ലിൽ ഹുസൂൽ അലൽ ഹംദി വൽ മജ്ദ്, മജ്ദും ഹംദും ലഭിക്കാൻ നല്ല മാർഗത്തിൽ പണം ചെലവഴിക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. വയുഖ്ബിർ, അറിയിക്കുന്നുണ്ട്. ഇന്ന ദുന്യാ, ഈ ദുനിയാവ്, തക്കൂനു ജമീലൻ, മനോഹരമായി തീരും. ലിമൻ യുഅ്തി വയുസ്ദി വഹ്ദഹു, ഒരേ സമയം നൽകുകയും ചെലവഴിക്കുകയും ചെയ്യുന്നവന് മാത്രമാണ് ഈ ദുനിയാവ് ഭംഗിയുള്ളതാവുക. അപ്പോൾ ബാക്കി 3 ഓപ്ഷനുകൾ വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അത് കവിതയുമായിട്ട് ചേരുന്നുണ്ടോ എന്ന്. എന്നാൽ ഏകദേശം ഒരേപോലെ തോന്നുകയും ചെയ്യും. നോക്കൂ, എത്ലുബു ആവശ്യപ്പെടുന്നു, ബൈഉൻ നുഖൂദ്, നുഖൂദ് നാണയങ്ങൾ വിൽക്കാൻ, ഇഷ്തിറാഇൽ ഹംദി വൽ മജ്ദ്, എന്നിട്ട് നാണയങ്ങൾ കൊടുത്തിട്ട് ഹംദും മജ്ദും വാങ്ങാനാണ് കവി പറയുന്നത്. അങ്ങനെയാണോ? അല്ല. യുഖ്ബിർ, അറിയിക്കുന്നു. അന്നൽ ഹംദ വ ജമാലു ദുന്യ യഹ്സല അലൈഹിമ മിൻ അൻ യുൻഫിഖുൽ മാല വഹ്ദഹു, അറിയിക്കുന്ന ഒരു കാര്യം, ഹംദ് അഥവാ സ്തുതി, അതേപോലെ ദുനിയാവിലെ സൗന്ദര്യമൊക്കെ ലഭിക്കുന്നത് പണം ചെലവഴിക്കുന്നവൻ ആരാണോ അവന് മാത്രമാണ്. അതിൽ ആശയമുണ്ട്, പക്ഷെ പൂർണ്ണമായിട്ടില്ല അല്ലേ. എന്നാൽ പൂർണ്ണമായ ആശയമാണ് ഡി എന്ന ഓപ്ഷന് കൊടുത്തിട്ടുള്ളത് എന്നുള്ളതാണ്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ. ഇത് പാഠഭാഗത്തിൽ നിന്ന് വന്നൊരു വാക്ക്, ഒരു സെന്റൻസ് ആണ്. സദത്തുൽ ഖുറ ബിക്കുല്ലി ഖുവ്വ ഇലൽ മർമ, ഞാന് മർമ എന്ന് പറഞ്ഞാൽ പോസ്റ്റ് അല്ലെങ്കിൽ ഗോളി അല്ലേ, ഗോൾ പോസ്റ്റിലേക്ക് വളരെ ശക്തിയോട് കൂടിയിട്ട് ഞാൻ പന്ത് അടിച്ചു. തമവ്വജൽ മൽഅബ് ബിസ്സഗാരീത്, ആരവങ്ങൾ കൊണ്ട് മൈതാനം
ആർത്തിരമ്പി. ഹദഫ് ഹദഫ് ഗോൾ ഗോൾ. മൽ മഅനൽ ഹഖീഖി ലിജുംലത്തി തമവ്വജൽ മൽഅബ് ബിസ്സഗാരിദ്. മൈതാനം ആരവങ്ങളാൽ ആർത്തു വിളിച്ചു എന്നതിന്റെ യഥാർത്ഥ അർത്ഥം എന്താണ്? അതൊരു മജാസിയായ പദമാണ്. എന്നാൽ യഥാർത്ഥ അർത്ഥം ഏതാണ്? അപ്പൊ എ എന്ന ഓപ്ഷൻ സാറന്നാസ് ഫിൽ മൈദാൻ. മൈതാനത്ത് ജനങ്ങള് വിപ്ലവം അല്ലെങ്കിൽ ഇളകി, ബിൽ ഗളബി വൽ കറാഹിയ, ദേഷ്യം കൊണ്ട് വെറുപ്പ് കൊണ്ടൊക്കെ. ഗോളടിക്കുമ്പോൾ ദേഷ്യവും വെറുപ്പും അല്ലല്ലോ, നമുക്ക് സന്തോഷം ആർപ്പുവിളികളാണ് വരിക. ബി എന്ന ഓപ്ഷൻ ഇഹ്തസ്സ അൽ മുഷാഹിദൂൻ, കാണികളൊക്കെ ഇളകി, ഫിൽ മൈദാൻ, മൈതാനത്ത്, ബിൽ ഫറഹി വസ്സുറൂർ, സന്തോഷം കൊണ്ട് ആനന്ദം കൊണ്ട്. അപ്പൊ അതൊരു ശരിയായ അർത്ഥമാണ് നമുക്ക് മനസ്സിലേക്ക് വരുന്നുണ്ട്. സി നോക്കൂ, അൽ ഉനാസ്, ജനങ്ങൾ, യഹ്തസൂന, ഇങ്ങനെ ആർത്തു വിളിക്കുന്നു അല്ലെങ്കിൽ ഇരമ്പുന്നു, ഫിൽ മൈദാൻ, ഗ്രൗണ്ടിൽ, ഖബ്ല അൽ ഹുസൂൽ അൽ ഹദഫ്, ഗോളാകുന്നതിന് മുമ്പ്. അപ്പൊ ഇത് ഗോളായതിനു ശേഷമാണല്ലോ, അപ്പം അത് നമുക്ക് ഒഴിവാക്കാം. അല്ലാഇബൂന യതസാറഊൻ, കളിക്കാർ തമ്മിൽ പഞ്ചഗുസ്തി അല്ലെങ്കിൽ മത്സരം നടത്തുന്നു, അലിൽ ഹദഫ്, ഗോളടിക്കാൻ, ഫിൽ മൈദാൻ, ഗ്രൗണ്ടിൽ. അപ്പൊ ഇതില് യഥാർത്ഥത്തിലുള്ള അർത്ഥം തമവ്വജൽ മൽഅബ് ബിസ്സഗാരിദ്, ഗ്രൗണ്ട് ആരവങ്ങളാൽ ആർത്തു വിളിച്ചു എന്നതിന്റെ യഥാർത്ഥ അർത്ഥം വരുന്നത് ഇഹ്തസ്സ അൽ മുഷാഹിദൂന ഫിൽ മൈദാനി ബിൽ ഫറഹി വസ്സുറൂർ, സന്തോഷം കൊണ്ട് ഗ്രൗണ്ടിൽ കാണികള് ആർത്തു വിളിച്ചു എന്നതാണ് എന്ന് നമുക്ക് മനസ്സിലായി. ഇനി അടുത്തൊരു ഇസ്തിആബിന്റെ ഒരു ക്വസ്റ്റ്യൻ. ലൗലൽ ബിഹാർ തആവനത് വശംസ് മാ ലഹറ السحاب وغيثه لم يهتلوا. ما هو الأصح من الجمل التالية إذا حول هذا البيت إلى نثره بدون فوات المعنى. ഒരു വരിയാണ്, കവിതാ വരിയാണ് കൊടുത്തിട്ടുള്ളത്. ഈ കവിതാ വരി ഗദ്യമായി മാറ്റുന്നു, എന്നാൽ അതിന്റെ ആശയമൊന്നും ചോരാത്ത രൂപത്തിൽ യഥാർത്ഥത്തിലുള്ള ഉപയോഗം എങ്ങനെ ഗദ്യമാക്കുമ്പോ എങ്ങനെയാകും എന്നതാണ് ചോദ്യം. ഇതില് ആ വരി ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ലൗലൽ ബിഹാർ, കടലുകളില്ല എങ്കിൽ, അല്ലെങ്കിൽ കടലുകൾ തആവനത്ത്, സഹകരിച്ചിട്ടില്ല, വശംസ്, സൂര്യനുമായിട്ട്, സൂര്യനും കടലുകളും പരസ്പരം സഹായിച്ചിട്ടില്ല, അങ്ങനെ സഹായിച്ചിട്ടില്ല എങ്കിൽ, മാ ലഹറ സഹാബ്, കാർമേഘം വെളിവാകുമായിരുന്നില്ല, വഗൈസുഹു, അതിൽ നിന്നുള്ള മഴയും, ലം യുഹ്തലു, ഇറങ്ങുമായിരുന്നില്ല. അപ്പം ഇതിന്റെ അർത്ഥം നമുക്ക് മനസ്സിലാകുന്നത് കടലും സൂര്യനും സഹകരിച്ചു അല്ലെങ്കിൽ ഒന്നായി ഐക്യപ്പെട്ടു, ആ കാരണത്താൽ സഹാബ് ഉണ്ടാവുകയും സഹാബിൽ നിന്ന് ഗൈസ് അഥവാ മഴ പെയ്യുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും യോജിച്ചതാണ് ഉത്തരാണ് ഡി എന്നുള്ളത്. ലൗ ലം തആവനത് അൽ ബിഹാർ വശംസ് മാ ലഹറ സഹാബു ഫിസ് സമാ വലം യൻസിൽ മിൻഹു അൽ മത്തർ. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ലൗല മാ എന്ന പ്രയോഗം, ലൗല മാ എന്ന പ്രയോഗം, ഓപ്ഷനിലേക്ക് വന്നാൽ ലൗലം മാ എന്ന് പറയുന്ന പ്രയോഗവും രണ്ടും ഒരുപോലെയാണ് എന്നതാണ്. അപ്പോ അതൊന്ന് മനസ്സിലാക്കി വെച്ചാൽ സിമ്പിളായിട്ട് ഉത്തരം കണ്ടെത്താവുന്നതേ ഉള്ളൂ. أنت يا حبيبي قد حققت أحلامي وأنا أفتخر بأنني أم محارب شجاع يفدي بنفسه للوطن. أبشر يا بني فحبل الإعدام وسام للمحارب. لماذا تطلب الأم من الابن أن يبشر. ഇപ്പൊ ഇവിടെ ഒരു ഉമ്മ കുട്ടിയോട് ഒരു കാര്യം പറയാണ്. ആ കുട്ടി സൈന്യത്തിലുള്ള ആളാണ്. അപ്പൊ ആ കുട്ടിയോട് പറയണേ, മോനെ, ഹബീബി, എന്റെ പൊന്നു മോനെ, ഖദ് ഹഖഖ്ത അഹ്ലാമി, എന്റെ സ്വപ്നം നീ യാഥാർത്ഥ്യമാക്കി. വാന അഫ്തഖിർ, ഞാൻ അഭിമാനം കൊള്ളുന്നു, ബി അന്നനി ഉമ്മു മുഹാരിബിൻ ഷുജാഇൻ യഫ്ദി ബിനഫ്സിഹി ലിൽ വതൻ, രാജ്യത്തിനു വേണ്ടി ബലി നൽകുന്ന അല്ലെങ്കിൽ ത്യാഗം ചെയ്യുന്ന ധീരനായ പോരാളിയുടെ ഉമ്മയാണ് ഞാൻ എന്നതിൽ അഭിമാനം കൊള്ളുന്നുണ്ട്. അബ്ശിർ യാ ബുനൈ, മോനെ നീ സന്തോഷ വാർത്ത അറിയിക്ക്. സഹബുൽ ഇഅ്ദാം, ഒരു ഇഅ്ദാം എന്ന് പറഞ്ഞാൽ നമ്മളെ ശിക്ഷ വിധിക്കും, അതായത് വധശിക്ഷ, വധശിക്ഷയുടെ ആ ഒരു കയറ്, വിസാമുല്ലിൽ മുഹാരിബ്, ഒരു സൈനികന് മെഡലാണ് എന്ന് പറഞ്ഞ് ഉമ്മ സമാധാനിപ്പിക്കുന്ന ഒരു രംഗമാണ്. അപ്പൊ ഇതില് ഏറ്റവും യോജിച്ച അർത്ഥം വരുന്നത് ഏതാണ്?
ഒന്നാമത്തേതാണ്. ലിയന്നൽ ഇസ്തിഷ്ഹാദ് രക്തസാക്ഷിത്വം എന്നത് ഫി സബീലിൽ വത്തൻ രാഷ്ട്രത്തിന്റെ മാർഗത്തിൽ അമ്രുൻ ഒരു കാര്യം യസ്തഹിഖു തഖ്ദീറുൻ നാസി ഫിദ് ദുനിയ ഈ ലോകത്ത് ജനങ്ങളുടെ അംഗീകാരം നേടിത്തരുന്ന ഒരു കാര്യമാണ്. വയസ്തഹിഖുൽ ജന്ന ഫിൽ ആഖിറ പരലോകത്ത് സ്വർഗം നൽകുന്ന ഒരു കാര്യം കൂടിയാണ്. ഇതാണ് ഉമ്മായുടെ വാക്കിന്റെ യഥാർത്ഥ അർത്ഥം. ഉമ്മ സന്തോഷ വാർത്ത ഉണ്ട് എന്ന് പറഞ്ഞത് ഇങ്ങനെയാണ്. ഏഹ് ഒരു സൈനികന് ഒരു മെഡലാണ് വധശിക്ഷയ്ക്ക് വേണ്ടിയുള്ള കയറ് എന്ന് പറയുന്നത് ഈ ലോകത്തും പരലോകത്തും നിനക്ക് നന്മയാണുള്ളത് എന്ന അർത്ഥത്തിലാണ്. ബിയും സിയും ഡിയും വായിക്കുമ്പോൾ നമുക്ക് ആ ഒരു അർത്ഥം വരുന്നില്ല. ബി നോക്കൂ, ലിയന്ന തഖല്ലുസ് മിൻ ഹബ്ലിൽ ഇഅ്ദാം വധശിക്ഷയുടെ കയറിൽ നിന്നും രക്ഷപ്പെടുക എന്നത് വിസാമുലിൽ മുഹാരിബ് സൈനികന്റെ മെഡലാണ്. അങ്ങനെയല്ലല്ലോ ഉമ്മ പറയുന്നത്. സി നോക്കൂ, ലിയന്നൽ ഇസ്തിഷ്ഹാദ് ഫി സബീലി ഹുർരിയത്തിൽ ഫർദ് ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള രക്തസാക്ഷിത്വം. വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടിയാണോ രക്തസാക്ഷിത്വം? അല്ല, രാജ്യത്തിനു വേണ്ടിയുള്ള സ്വാതന്ത്ര്യത്തിനാണ്. ലിഅന്ന ഇബ്നഹ ഹഖഖ അഹ്ലാമുഹ ഫീ നൈലി ശുഹ്റ അവളുടെ മകള് അവളുടെ മകന് തന്റെ സ്വപ്നം യാഥാർത്ഥ്യമാക്കിയത് ഫീ നഹ്ലി ശുഹ്റ ബൈനന്നാസ് ജനങ്ങൾക്കിടയിൽ ശുഹ്റത്ത് കിട്ടാൻ, പ്രശസ്തി കിട്ടാനാണ്. വതഖ്ദീറുഹും അവരുടെ നന്ദി വാക്ക് അല്ലെങ്കിൽ അനുമോദനം കിട്ടാനാണ്. അങ്ങനെയല്ലല്ലോ, രാജ്യത്തിന്റെ മാർഗത്തിൽ രാജ്യത്തിനു വേണ്ടി സേവനം അനുഷ്ഠിക്കണമെന്ന ആഗ്രഹത്താലാണ് അയാളുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നത്. അപ്പൊ ഇതിൽ എ എന്നുള്ളതാണ് യഥാർത്ഥ അർത്ഥം വരുന്നത്. ഇനി മറ്റൊരു ചോദ്യം. ഖാല ട്രംപ് അല മിനസ്സത്തിഹി ലിത്തവാസുൽ ഇജ്തിമാഇ ട്രംപ് അയാളുടെ സോഷ്യൽ മീഡിയയിലൂടെ പറഞ്ഞു, തറവസ് സോഷ്യൽ ബിനാഅൻ അലൽ ബയാൻ അസ്സാദിർ അൻ ഹമാസ് ഹമാസിൽ നിന്ന് വന്നിട്ടുള്ള ഈ ഒരു ബയാൻ അല്ലെങ്കിൽ ന്യൂസ്, ആ ന്യൂസിന്റെ അടിസ്ഥാനത്തിൽ അഅ്തഖിദ് ഐ ബിലീവ് അല്ലെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു അന്നഹും മുസ്തഇദൂന ലിസലാമിൻ ദായിം അവർ പൂർണ്ണമായ സമാധാനമാണ് അതിനുവേണ്ടി തയ്യാറെടുക്കുകയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അല ഇസ്രായേൽ അൻ തതവഖഫ് അൻ ഖസ്ഫി ഗസ്സ ഫൗറൻ വളരെ പെട്ടെന്ന് ഗസ്സക്ക് മേലുള്ള ആ ഒരു ബോംബേറ് ഇസ്രായേൽ നിർത്തണം. ഹത്ത നതമക്കൻ എന്നാൽ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ മിൻ ഇഖ്റാജി റഹായിൻ ബി അമാനിൻ വ ബിസ്റഅ വളരെ പെട്ടെന്നും സുരക്ഷിതത്വത്തോടു കൂടിയും ബന്ധിതരായ ആളുകളെ മോചിപ്പിക്കാൻ, പുറത്തു കൊണ്ടുവരാൻ. മിനൽ ഖത്തീർ ജിദ്ദൻ വളരെ അപകടം പിടിച്ചതാണ് അൽ ഖിയാം ബിദാലിക് അത് നിർവഹിക്കുക എന്നത്. അത് എന്നത് ഈ ഇഖ്റാജുർ റഹായിൻ ബി അമാനിൻ വ ബിസ്റഅ വളരെ പെട്ടെന്നും സുരക്ഷിതത്തോടു കൂടിയും ബന്ദികളെ പുറത്തു കൊണ്ടുവരിക എന്നുള്ളത് അൽ ഖത്തീർ ജിദ്ദൻ വളരെ അപകടം പിടിച്ചതാണ് ഫിൽ വഖ്തിൽ ഹാലി ഈ അവസരത്തിൽ. അപ്പോൾ മാ ഹുവൽ ഖത്തീർ ജിദ്ദൻ എന്താണ് ഏറ്റവും അപകടം പിടിച്ചത് എന്നതാണ്. അപ്പം മിനൽ ഖത്തീരി ജിദ്ദൻ അന്ന എന്ന വാക്ക് അവിടെ ഉണ്ടെങ്കിൽ അപ്പോൾ അന്നക്ക് ശേഷം വരുന്ന വാക്കാണ് ഖത്തീർ ജിദ്ദൻ അപകടം പിടിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ അന്ന എന്ന വാക്ക് ഉപയോഗിച്ചിട്ടില്ല. അപ്പൊ നേരെ മുൻപ് പറഞ്ഞ കാര്യം എന്താണോ അതായിരിക്കും ഖത്തീർ ജിദ്ദൻ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് സി എന്നതാണ് ശരിയായ ഉത്തരം. ഇഖ്റാജുർ റഹായിൻ മിൻ ഐദിൽ ഹമാസ് ബി അഖല്ലി വഖ്തിൻ ഒരു കവിത ആണ് കൊടുത്തിട്ടുള്ളത്. ഇലാമ അഷാറ ഷാഇർ നിസാർ ഖബ്ബാനി ഫി ഹാദിഹി സുത്തൂർ ഈ വരികളിലൂടെ നിസാർ ഖബ്ബാനി എന്ന കവി എന്തിലേക്കാണ് സൂചന കൊടുക്കുന്നത്? അപ്പൊ അതിൽ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് നിസാർ ഖബ്ബാനിയുടെ ഈ വര അല്ലെ ഈ കവിത വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ഫലസ്തീനിലെ കുട്ടികളുടെ ചെറുത്തുനിൽപ്പുമായി ബന്ധപ്പെട്ടാണ്. അല്ലാഹു കൽ ഖനാദിൽ അവര് ഹിന്ദീലുകൾ പോലെ വെളിച്ചമുള്ളതായി. വജാഉ കൽ ബിഷാറ അവര് സന്തോഷ വാർത്ത അറിയിക്കുന്നവരായിട്ട് വന്നു. ഖാവമു അവർ പ്രതിരോധിച്ചു. വംഫജറു അവർ പൊട്ടിത്തെറിച്ചു ബോംബുകൾ കൊണ്ട്. വസ്തഷ്ഹദു അവര് രക്തസാക്ഷികളായി. അബി ബഖൈന ദുബബൻ തബിയ്യ നമ്മള് മാത്രം ഇങ്ങനെ ഒളിച്ചിരുന്നു. സഫഹത്ത് അജ്സാദുഹാ ളിദ്ദൽ ഹറാറ ഖാതലു അന്നാ ഇലാ അൻ ഖുതിലു അവര് കൊല്ലപ്പെടുന്നത് വരെ യുദ്ധം ചെയ്തുകൊണ്ടേയിരുന്നു. ബഖൈന ഫി മഖാഹീന എന്നാൽ നമ്മൾ നമ്മുടെ കോഫി ഷോപ്പുകളിൽ
നിലനിന്നു. ഇതൊക്കെ കണ്ടുകൊണ്ട്. കബുസാഖിൽ മുഹാറ ഇലാ മാ അഷാറ ഷാഇർ നിസാർ ഖബ്ബാനി ഫി ഹാദിഹി സുത്തൂർ. അപ്പൊ എന്തിലേക്കാണ് നിസാർ ഖബ്ബാനി വിരൽ ചൂണ്ടുന്നത് എന്നാണ്. ശരിയായ ഉത്തരം നോക്കൂ. മുനാവലത്തു അത്ഫാലു ഫിലസ്തീൻ. ഫിലസ്തീനിലെ കുട്ടികളുടെ പ്രതിരോധം. മുനാവല എന്ന് പറഞ്ഞാൽ പ്രതിരോധം. ബിക്കുല്ലിമാ വജദൂ. അവര് അവർക്ക് കിട്ടിയതൊക്കെ കൊണ്ട്. മിൻ ലസ്ലിഹ. ആയുധങ്ങളായിട്ട് അവർക്ക് കണ്ടത് എന്താണോ അതൊക്കെ കൊണ്ട് അവര് പ്രതിരോധിക്കുന്നു. ഹത്തൽ ഹിജാറ. കല്ലുകൾ പോലും അവരുപയോഗിക്കുന്നു. അപ്പൊ ആദ്യത്തെ ആ ഒരു ശത്രു ഒരു ഹിജാറ എന്ന വാക്ക് നമുക്ക് കാണാൻ കഴിയും. റിജാലുൽ അറബ്. എന്നാൽ അറബികളായ ആളുകള് യഖഅദൂന ഫിൽ മഖാഹി. അവര് കോഫി ഷോപ്പുകളിൽ ഇരിക്കുന്നത് ആണെന്നുള്ള. അപ്പൊ ബഖീന ഫി മഖാഹീന എന്ന വാക്കും കവിതയിൽ നമുക്ക് കാണാൻ കഴിയുന്നു എന്നുള്ളതാണ്. അടുത്ത ഒരു വരി നോക്കൂ. ചോദ്യം നോക്കൂ. സാലിം ത്വാലിബുൻ മുജിദ്ദുൻ. സാലിം നല്ല പരിശ്രമശാലിയായ ഒരു വിദ്യാർത്ഥിയാണ്. ഹസല അല ദറജത്തിൻ ആലിയ ഫിൽ ഇംതിഹാനാത്തി സാബിഖ. കഴിഞ്ഞ പരീക്ഷകളിലൊക്കെ ഉയർന്ന റാങ്ക് അവൻ നേടിയിട്ടുണ്ട്. ഫഹന്ന അഹു അബ്ദുസ്സലാം. അബ്ദുസ്സലാം അയാളെ ഏഹ്, അഭിനന്ദിച്ചു. ഹുവ വാലിദു വാലിദ് സാലിം. സാലിമിന്റെ ഉപ്പയുടെ ഉപ്പയാണ് അബ്ദുസ്സലാം. അതായത് സാലിമിന്റെ വല്യുപ്പയാണ്. വാസ്നയിത്ത്. ഞാനും അഭിനന്ദിച്ചു. അലബിന് അഹി. എന്റെ സഹോദരന്റെ മകനെ. അപ്പൊ എന്റെ സഹോദരന്റെ മകൻ കൂടിയാണ് സാലിം. കമാ അസ്നയിത്ത് അസ്നയത്ത് അലൈഹി അമ്മത്തുഹു. അവന്റെ അമ്മായിയും അവനെ അനുമോദിച്ചു. അമ്മായി എന്ന് പറഞ്ഞാൽ ഉപ്പാന്റെ സഹോദരി റഹീമ. മാ അലാഖത്തു അബ്ദുസ്സലാം മഈ വ മഅ സാലിം വ റഹീമ. അപ്പൊ റഹീമയും ഞാനും സാലിമുമായിട്ട് അബ്ദുസ്സലാമിന്റെ ബന്ധം എന്താണ്? അപ്പൊ സാലിമുമായിട്ടുള്ള ബന്ധം നമ്മൾ പറഞ്ഞു അബ്ദുസ്സലാമിന്റെ വല്യുപ്പയാണ്. ഞാൻ എന്ന് പറഞ്ഞാൽ ഏഹ്, അബ്ദുസ്സലാമിന് ഞാൻ എന്ന് പറഞ്ഞാൽ അബ്ദുസ്സലാമിന്റെ ഉപ്പയുടെ സഹോദരനാണ്. റഹീമ എന്ന് പറഞ്ഞാൽ ഉപ്പയുടെ സഹോദരിയാണ്. അപ്പോൾ ഇവിടെ ഉത്തരം വരുന്നത് വാലിദീ. എന്റെ ഉപ്പയാണ്. വജദ് അതായത് അബ്ദുസ്സലാമിന് വാലിദീ എന്റെ ഉപ്പയാണ്. വജദ്ദു സാലിം. സാലിമ് എന്റെ വല്യുപ്പയുമാണ്. അബു റഹീമ. റഹീമയുടെ ഉപ്പയുമാണ്. അപ്പൊ അബ്ദുസ്സലാം എന്ന് പറയുന്നത് ഈ പറയുന്ന സാലിമിന്റെ വല്യുപ്പയുമാണ്. എന്റെ ഉപ്പയുമാണ്. റഹീമയുടെ അബ് ഉപ്പയുമാണ് എന്നാണ് പറഞ്ഞത്. അടുത്തൊരു ചോദ്യം. സാറ അൽ മലിക് ലിഫത്രത്തിൻ തൊവീല. ഒരു നീണ്ട ഒരു യാത്ര ദൂരം രാജാവ് നടന്നുപോയി. കാനത്ത് ദറജത്തുൽ ഹറാറ ആലിയ. അപ്പൊ ചൂട് നല്ല അസഹനീയമായ ഉയർന്ന ചൂടാണ്. വഹ്ജാറു തരീഖ് സാഖിന. നല്ല ചുട്ടുപൊള്ളുന്ന കല്ലുകളാണ് വഴിയിലൊക്കെ ഉള്ളത്. ജിദ്ദൻ. ഉസീബ ബിൽ ഇർഹാഖ്. അപ്പോ രാജാവിന് ഒരു പ്രയാസം ഉണ്ടായിത്തീർന്നു. വതുസാബു ഖദമുഹു ബിൽ ജുറൂഹ് വതശഖഖാത്ത്. അങ്ങനെ അയാളുടെ ഖദം കാല് മുറികളും പൊട്ടലുകളൊക്കെ ഉണ്ടായി തുടങ്ങി. ഫി ഹാദിഹി ലഹ്ള. ഈ ഒരു നിമിഷത്തിൽ ശഅറ ബി മുആനാത്തി ശഅബ് കുല്ല യൗമിൻ. എല്ലാ ദിവസവും ഈ ജനങ്ങൾ അനുഭവിക്കുന്നത് രാജാവിന് ഇങ്ങനെ അനുഭവപ്പെട്ടു. വഅമറ ബിതഗ്തിയത്തി കുല്ല ശവാരിഇൻ. അപ്പൊ തന്നെ രാജാവ് ഒരു കൽപ്പന പുറപ്പെടുവിച്ചു. തഗ്തിയത്തു കുല്ല ശവാരിഇൻ. എല്ലാ റോഡുകളും മൂടുക. വതുറുഖാത്തിൽ മദീന. ഈ ടൗണിലേക്കുള്ള വഴികളൊക്കെ മൂടുക. ബിൽ ജിൽദ്. തൊലി കൊണ്ട് റോഡൊക്കെ എന്ത് ചെയ്യുക? മൂടുക. റോഡിന്റെ മേലെ തൊലികൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിരിപ്പ് വിരിക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ തൊലികൾ വിരിക്കുക. ഹത്ത യർഹമ ശഅബ് മിൻ ഹറാറത്തി ത്വരീഖ്. അങ്ങനെ റോഡിന്റെ ആ ഒരു ചൂടിൽ നിന്നും ജനങ്ങൾക്കൊരു ആശ്വാസം കിട്ടുമല്ലോ എന്നാണ്. അപ്പോൾ മാ ഹുവ തസ്രീഹ് സഹീഹ് ലിമഅനാ ഹാദിഹിൽ ഫഖറ. ഈ ഒരു പാരഗ്രാഫിന്റെ അർത്ഥം നോക്കുമ്പോൾ യഥാർത്ഥ അർത്ഥം ഏതാണ് എന്നതാണ് ചോദ്യം. ഉത്തരം വരുന്നത് അമറൽ മലിക് അമ്രുൻ മുസ്തഹീലുൻ. അസംഭവ്യമായ അതായത് സംഭവിക്കാൻ സാധ്യതയില്ലാത്ത ഒരു കാര്യം കൽപ്പനയായിട്ട് രാജാവ് പുറപ്പെടുവിച്ചു. വദാലിക്. അത് അൻ തുഗത്തി ഷവാരി ബിൽ ജിൽദ്. ജിൽദ് കൊണ്ട് റോഡുകൾ മൂടുക. ലിതുളല്ലില അലൽ മാഷീൻ. നടക്കുന്ന ആളുകൾക്ക് അതൊരു തണലാകാൻ വേണ്ടി.
ബിലാ ഹിദായിൻ ഷൂ ഒന്നുമില്ലാതെ നടക്കുന്ന ആളുകൾക്ക്. അമ്രുൻ മുസ്തഹിൽ അത് സംഭവ്യമല്ലല്ലോ. ഇതാണ് യഥാർത്ഥത്തിലുള്ളതിന്റെ അർത്ഥം വരുന്നത്. എ സി ഡി എന്നുള്ളത് ഇതിന്റെ അർത്ഥമായിട്ട് വരികയില്ല. അടുത്ത് നോക്കൂ. ലം യസ്മഅ നാസ് ബികലാമിൻ ഖത്ത് അഅമ്മു നഫ്അൻ വലാ അസ്ദഖു ലഫ്ളൻ വലാ അഅദലു വസ്നൻ വലാ അജ്മലു മുദ്ഹബൻ വലാ അക്രമു മത്ലബൻ വലാ അഹ്സനു മൗഖിഅൻ വലാ അസ്ഹൽ മഖ്റജൻ വലാ അഫ്സഹ അൻ മഅനാഹു വലാ അബിയൻ ഫീ ഫഹ്വാഹു മിൻ കലാമിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മാദാ ഫഹിമത് മിൻ ഹാദൽ മഖൂൽ. എന്താണ് ഈ ഒരു മാദാ ഫഹിംത മിൻ ഹാദൽ മഖൂൽ. ഈ ഒരു മഖൂലിൽ നിന്നും നിനക്ക് എന്താണ് മനസ്സിലായത് എന്നുള്ളതാണ്. ഒറ്റവാക്കിൽ നമുക്ക് മനസ്സിലാക്കാം. അവസാനത്തെ ഒരു വാക്ക് നബിയുടെ കലാം, മിൻ കലാമിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയുടെ സംസാരത്തിനേക്കാൾ വ്യക്തമായതില്ല, വാചാലമായതില്ല, എളുപ്പമായതില്ല, നന്നായതില്ല, ഔന്നത്യമുള്ളതില്ല, സുന്ദരമായതില്ല, ഏറ്റവും അഅദലായത്, അസ്ദഖ് സത്യമുള്ളതില്ല. അപ്പോൾ നബിയുടെ വാക്കാണ് ഏറ്റവും മികച്ചു നിൽക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലായി. ഇതിന്റെ ഓപ്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ യഥാർത്ഥ അർത്ഥം കാനത്ത് ഖുതബുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയുടെ പ്രസംഗങ്ങൾ മദ്റബുൽ മസൽ, ഉദാഹരണം അല്ലെങ്കിൽ ഉപമിക്കാവുന്നതാണ്. ഫിൽ ഫസാഹത്തി വൽ ബലാഗ, ബലാഗയിലും ഫസാഹയിലുമൊക്കെ നബിയുടേതാണ് ഏറ്റവും മനോഹരമായത് എന്ന് ഉപമിക്കാവുന്നതാണ് എന്നാണ് അതിന്റെ ചുരുക്കം. ഇതാണ് നമുക്ക് അതിന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഓക്കെ. അടുത്ത ഒരു ചോദ്യം. മിൻ അബ്റസി മാ ഖലസത് ഇലൈഹി ദിറാസ അന്നൽ മുശാരിക്കീൻ ഫിൽ മുളാഹറാത്ത് അബ്ബറു ബിവുദൂഹിൻ അൻ ദഅമിഹിം ലിഹഖ് ശഅബിൽ ഫിലസ്തീനി ഫി ഇഖാമത്തി ദൗലത്തിഹിൽ മുസ്തഖില്ല. അപ്പം ഒരു പത്രവാർത്തയാണ്. ആ പത്രവാർത്ത പറയുന്നത് ഈ മുളാഹറാത്ത് അഥവാ പ്രതിഷേധങ്ങള്, അതിന്റെ പ്രതിഷേധ മാർച്ചുകളൊക്കെ അതിലൊക്കെ പങ്കെടുക്കുന്ന ആളുകള് അവര് പ്രകടിപ്പിക്കുന്നത് ഫലസ്തീൻ ജനതയോട് അവർക്ക് സ്വതന്ത്രമായൊരു രാജ്യം ഉണ്ടാക്കണം എന്ന ആ ഒരു സപ്പോർട്ടാണ്. ഫിൽ വഖ്ത് ദാത്തുഹു, എന്നാൽ അതേ സമയം ഷദ്ദദൂ, അവര് ശക്തമായിട്ട് പറയുന്ന ഒരു കാര്യം അലാ ളുറൂറത്തി ഹിമായത്തിൽ ഹയാത്തിൽ യഹൂദിയ ഫി അൽമാനിയ, ജർമ്മനിയിലുള്ള യഹൂദികളുടെ, ജൂതന്മാരുടെ ജീവൻ സംരക്ഷണം ഉറപ്പുവരുത്തുകയും ചെയ്യണം, അതും അനിവാര്യമാണ് എന്നും പറയുന്നു. അതിൽ മൗഖിഫ് അൽ മുസ്ദവിജ്, ഈ രണ്ടും കലർന്ന നിലപാട്, കമാ ഔളഹൽ ബാഹിസാൻ, ചില ഗവേഷകരൊക്കെ പറഞ്ഞത് പോലെ, അക്കിസ് വഅയൻ സിയാസിയൻ, ഒരു രാഷ്ട്രീയമായ ബോധം ഇതിൽ പ്രതിഫലിക്കുന്നുണ്ട്. മുതഖദ്ദിമൻ, വളരെ അഡ്വാൻസ്ഡ് ആയ, യർഫുൽ സുനായിയത്ത്, അത് അവര് രണ്ടിലും കാലിടുന്നില്ല. മഅ ഔ ലിദ്ദ, മഅ ഞങ്ങൾ ഇന്ന ആളുടെ കൂടെയാണെന്നും പറയണില്ല, അല്ലെങ്കിൽ ലിദ്ദ ഞങ്ങൾ ഇന്ന ആൾക്ക് എതിരെയാണെന്നും പറയണില്ല, രണ്ടും ഒരുമിച്ച് വേണം എന്ന അർത്ഥത്തിലാണ് അവരുടെ നിലപാട് എന്ന് പറയുന്നു. മാഹു അൽ മൗഖിഫ് അൽ മുസ്ദവിജ്, എന്താണ് അൽ മൗഖിഫ് അൽ മുസ്ദവിജ്? പഠനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് പോലെ, അപ്പോൾ പഠനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് പോലെ എന്ന് പറഞ്ഞാൽ അവിടെ രണ്ടും സംരക്ഷിക്കപ്പെടണം എന്നതാണ് നിലപാട്, അൽ മൗഖിഫ്. അപ്പോൾ യഥാർത്ഥ ഉത്തരം നോക്കൂ. അദ്ദഅമു ലിഇഖാമത്തി ദൗലത്തിൻ ഫിലസ്തീനിയ മുസ്തഖില്ല, ഒരു സ്വതന്ത്രമായ ഫലസ്തീൻ രാജ്യം ഉണ്ടാവാനുള്ള സപ്പോർട്ട്. വലി ഹിമായത്തിൽ ഹയാത്തിൽ യഹൂദിയ ഫി അൽമാനിയ, അതോടൊപ്പം തന്നെ ജർമ്മനിയിലെ ജൂതന്മാരുടെ ജീവിതം സംരക്ഷിക്കണം എന്നും ഇവർ പറയുന്നു. അപ്പൊ ഇത് രണ്ടും ഒരുമിച്ചുള്ള നിലപാടാണ് അൽ മൗഖിഫ് അൽ മുസ്ദവിജ് എന്ന രൂപത്തിൽ പറയുന്നത്. അടുത്തൊരു ചോദ്യം നോക്കൂ. തത്തജിഹ് അൻവാറുൽ മുജ്തമഅ അൽ അഅമാൽ ദുവലി ഇലൽ ആസിമ സൗദിയ റിയാദ്, സൗദിയുടെ തലസ്ഥാനമായ റിയാദിലേക്കാണ് ഒരുപാട് കണ്ണുകൾ, പല കമ്പനികളുടെയും കണ്ണുകൾ വരുന്നത്. ഹൈതു തസ്തളീഫ് മുൻതദ ഫോർഷിൻ ആലമീലിൽ മുറ അല്ലൂല, ആദ്യമായിട്ട് ഫോർഷിൻ എന്ന ആ ഒരു മുൻതദ കമ്പനി ഒക്ടോബർ 26, 27 തീയതികളിൽ വലിയൊരു മുൻതദ നടത്തുന്നുണ്ട് അവിടെ, എക്സിബിഷൻ അല്ലെങ്കിൽ വലിയൊരു പ്രോഗ്രാം
നടത്തുന്നുണ്ട്. ഫി ഖുത്ബത്തിൻ തഅക്കിസ് അൽ മക്കാന അൽ മുതനാമിയ ലിൽ മംലക ബിവസ്ഫിഹ മർക്കസൻ ഇഖ്തിസാദിൻ ആലമിയ്യൻ വഹാദിറത്തൻ ലിസിനാഅത്തിൽ ഖറാറത്തിൽ മുസ്തഖ്ബലിയ. അപ്പോൾ ഒരു സെന്റൻസ് നോക്കൂ. ഈ സെന്റൻസിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാ കണ്ണുകളും സൗദി അറേബ്യയിലേക്കാണ് പോകുന്നത് എന്നാണ് ഇതിൽ ഒരു സെന്റൻസിൽ പറയുന്നത്. അപ്പോൾ ചോദ്യം ഇതാണ്, മാഹി അൽ ഖുത്വ അല്ലത്തി തഅക്കിസ് മക്കാനത്ത് സൗദിയ ഫിൽ മജാൽ ഇഖ്തിസാദിൽ ആലമി. ലോക എക്കണോമിക് ഏരിയയിൽ സൗദിയുടെ സ്ഥാനം പ്രതിഫലിക്കുന്ന ഒരു സ്റ്റെപ്പ്, ആ സ്റ്റെപ്പ് എന്താണെന്നുള്ളതാണ്. ആ അവസാനത്തെ വരിയിലാണ് ഫി ഖുത്തുവത്തിൻ, ഒരു സ്റ്റെപ്പ്, തഅക്കിസ്, അത് പ്രതിധ്വനിക്കുന്നു അല്ലെങ്കിൽ പ്രതിഫലിക്കുന്നു, അൽ മക്കാനത്തുൽ മുതനാമിയ ലിൽ മംലക്ക, ഈ മംലക്കയുടെ അല്ലെങ്കിൽ സൗദിയുടെ ഉയർന്ന സ്ഥാനം പ്രതിഫലിക്കുന്ന ഒരു സ്റ്റെപ്പ്, ബിവസ്ഫിഹ, അതിനെ വിശേഷിപ്പിക്കുന്ന രൂപത്തിൽ, മർക്കസൻ ഇഖ്തിസാദിയൻ ആലമിയൻ, ലോക സാമ്പത്തിക കേന്ദ്രം എന്ന് വിശേഷിപ്പിക്കാവുന്ന രൂപത്തിൽ, വഹാലിനത്തുൻ, അല്ലെങ്കിൽ ലിസിനാഅത്തിൽ ഖറാറാത്തിൽ മുസ്തഖ്ബലിയ, ഫ്യൂച്ചർ അല്ലെങ്കിൽ ഫ്യൂച്ചറിസ്റ്റിക് ആയ ഒരുപാട് തീരുമാനങ്ങൾ ഈ മേഖലകളിലൊക്കെ എടുക്കുന്ന ഒരു അതിൻ്റെ ഒരു സ്ഥലമായിട്ട് പ്രതിധ്വനിക്കുന്ന ഒരു സ്റ്റെപ്പാണ് എന്ന് പറയുന്നു. അപ്പോൾ ആ സ്റ്റെപ്പ് എന്താണെന്നുള്ളത് മുകളിൽ കൊടുത്തിട്ടുണ്ട്. അതാണ് അഖ്ദു മുൻതദ ഫോർണിഷ്, ഫോർഷൻ എന്ന ഒരു മുൻതദ സംഘടിപ്പിക്കപ്പെടുന്നു, അൽ ആലമി, വേൾഡ്, ലിൽ മറ ലൂല ഫി റിയാദ്, ആദ്യമായിട്ട് റിയാദിൽ സംഘടിപ്പിക്കപ്പെടുന്നു. ഇതാണ് ഖുത്തുബ. എന്തിന്റെ ഖുത്തുബ? സൗദി അറേബ്യയെ മർക്കസ് ഇഖ്തിസാദി ആലമി, ലോക സാമ്പത്തിക കേന്ദ്രമായിട്ട് മാറ്റുന്ന സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ടാണ്. അപ്പം ഇങ്ങനെയാണ് കോംപ്രഹെൻഷൻ നമ്മൾ റീഡ് ചെയ്യേണ്ടത്. ഒരു അവസാനമായിട്ടൊരു ചെറിയൊരു കവിത ഹാഫിൽ ഇബ്രാഹിമിന്റെ കൊടുത്തിട്ടുണ്ട്. അമൗനി ബി ഉഖ്മിൻ ഫി ഷബാബി, യുവത്വത്തിൽ അവര് എനിക്ക് വന്ധ്യത ബാധിച്ചു എന്ന് ആക്ഷേപിച്ചു. വലൈതനി അഖിംതു, ഞാൻ ഒരിക്കലും വന്ധ്യത ബാധിച്ചവനല്ല. ഫലം അജ്സ ലിഖൗലി ഉദാതി, ഞാൻ ഒരിക്കലും എൻ്റെ വാക്ക് പറയാൻ ദുർബലനായിട്ടില്ല. വലമ്മ ലം അജിദ് ബിൽ അറായിസി റിജാലൻ വഖഫാൻ വഅത്തു ബനാത്ത്. ചില ആളുകൾ പറയണത് എനിക്ക് അറബി വാക്കുകൾ പുതിയതായിട്ട് കൊണ്ടുവരാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ ഞാൻ അതിന് നല്ല വാക്കുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഉപയോഗിക്കാൻ പറ്റിയ ആളുകളെ, റിജാലൻ, നല്ല ആണുങ്ങളെ കിട്ടിയിട്ടില്ല എൻ്റെ ആ മണവാട്ടികൾക്ക്. അക്ഫാൻ, നല്ല കിഫായത്തുള്ള ആളുകളെ കിട്ടിയിട്ടില്ല. വത്തു ബനാത്തി. അതാണ് ഒരു കവിത. ഇതിൽ നിന്നും ഈ രണ്ട് വരികളുടെ ആശയം വരുന്ന സെന്റൻസ് തിരഞ്ഞെടുക്കാനാണ്. അപ്പൊ ഇതിൽ ഉത്തരം വരുന്നത് സി ആണ്. റമൗനി ബിലുഅഫിൻ, ദുർബലത എന്നെ അവര് ആക്ഷേപിച്ചു. ലാ അസ്തത്തിഉ തൗലീദ് അൽ കലിമാത്ത് വൽ മആനി അൽ അസ്രിയ, ആധുനികമായ ആശയങ്ങളും വാക്കുകളും ജനിപ്പിക്കാൻ എനിക്ക് കഴിയില്ല എന്ന് അവർ പറഞ്ഞു. ഫസഇംതു മിൻ ഹാദൽ ലൗം, ഈ ഒരു ആക്ഷേപം കേട്ട് കേട്ട് ഞാൻ മടുത്തു. അഫിൽ ഹഖീഖ, യഥാർത്ഥത്തിൽ വലദത്തുൽ കലിമാത്ത്, വലദത്തുൽ കലിമാത്ത്, ഞാൻ വാക്കുകളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. വലാകിന്നി ലം അജിദ് അൽ അക്ഫ അലഹ, അതിന് കിഫായത്തുള്ള ആളുകളെ ഞാൻ കണ്ടെത്തിയില്ല എന്നതാണ് യാഥാർത്ഥ്യം എന്ന്. അപ്പൊ ഇതാണ് ഇതിന്റെ യഥാർത്ഥ അർത്ഥമായി. ശുക്രൻ, ജസാക്കുമുല്ലാഹു ഖൈറൻ വ ഖൈറൽ ജസാ. നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസിലൂടെ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിച്ചു എന്ന് ഉറപ്പ് തോന്നുന്നുണ്ട്. ഇൻഷാ അല്ലാഹ്. ബാറക്കല്ലാഹു ഫീക്കും വഫീ റിഹ്ലതിക്കും അൽ ഇൽമിയ്യ.